ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്കൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവാനായിട്ട് താല്പര്യമുണ്ടോ? ശകലകലാവല്ലഭൻ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ തന്നെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇതേപോലെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടാവുമല്ലേ, ഇതേപോലെ ഞാൻ വീഡിയോ ഒക്കെ ഇടണം യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലൊക്കെ വീഡിയോ ഇടണം, അങ്ങനെ ഞങ്ങളെ കുറച്ച് ആൾക്കാരൊക്കെ അറിയണം എന്നുള്ള താല്പര്യമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേട്ടാ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലേ, നമുക്കും ഇതേപോലെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലൊക്കെ ഇടണമെന്നൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇത് പറഞ്ഞ പോലെ ആഗ്രഹം ഉണ്ടാകും. ഞങ്ങൾക്കും ഇതേപോലെ ഒരു താല്പര്യം ഉണ്ടായത് പറഞ്ഞ പോലെ ഇത്ര വലിയ റീച്ച് ആവുമെന്ന്, അല്ലെങ്കിൽ ഇതേപോലെ സബ്സ്ക്രൈബേഴ്സ് കിട്ടുമെന്ന്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല. ഈ ആൾക്കാരൊക്കെ ഇടുന്ന കാണുമ്പോഴത്തേക്ക് ഇതേപോലെയുള്ള വീഡിയോസ് നമുക്ക് ഇടണമെന്നുള്ള താല്പര്യം കൊണ്ടിട്ടാണ് ഞങ്ങളും വീഡിയോസൊക്കെ ഇട്ട് വന്നേക്കണത് കേട്ടോ. ഈ പറഞ്ഞ പോലെ കുറേ ആദ്യമൊന്നും ഇതിനെപ്പറ്റി യൂട്യൂബിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അറിയാണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നത്. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അങ്ങനെ വരുമ്പോ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും കുറെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ പതുക്കെ യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വന്നാണ് കേട്ടോ നമ്മൾ ഇതേപോലെ വീഡിയോ ഇടുന്ന ഒരു ഇതിലേക്ക് ചെന്നത്. നിങ്ങൾക്കും ഇതേപോലെയൊക്കെ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കണം. നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. ഇപ്പം ഇന്നാണ് നമുക്ക് തുടങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ തുടങ്ങാം, മാറ്റി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. താൻ ചിന്തിച്ചിട്ടുണ്ടോ? ചില ആൾക്കാർക്കൊക്കെ ഉണ്ടാവും ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവർക്ക് അതിനുള്ള ടൈം കിട്ടാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ ചില ആൾക്കാരുണ്ടാവും ഓക്കെ നാളെ ആവട്ടെ എന്നുള്ള മാറ്റി അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഭയങ്കര ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ, അതിനൊട്ടും താമസം വേണ്ട, ഇന്ന് തന്നെ നിങ്ങൾ വീഡിയോ എടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് തന്നെ ചെയ്തു തുടങ്ങാം കേട്ടോ. ഒരു ബേസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വീഡിയോ, അതായത് ഇതേപോലെ ക്രിയേറ്റർ ആവാൻ പറ്റിയ ഏറ്റവും ബേസ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് തന്നെ ഉണ്ടാ. അപ്പോൾ യൂട്യൂബിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറേ നിയമങ്ങളും അതിൻ്റെതായിട്ടുള്ള കുറേ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? അപ്പോൾ ആ ഒരു രീതിയിൽ കൂടി നമ്മൾ വീഡിയോസ് ഇട്ട് പോവുകയാണെങ്കിൽ നമുക്കതൊരു ബേസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതാണ്. ഇപ്പം നമ്മളിപ്പോൾ പിള്ളേരെ ആണെങ്കിൽ തന്നെ പഠിപ്പിക്കുമ്പോഴത്തേക്കും LKG UKG അങ്ങനെ ആ ഒരു ഇതിലല്ലേ, അതായത് വീഡിയോസിൻ്റെ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ ആണെങ്കിൽ എന്തിൻ്റെ ആണെങ്കിലും ഒരു ബേസ് നമുക്ക് ഉണ്ടാവും. അതിന് പറ്റിയൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് കേട്ടോ. മറ്റേത് അങ്ങനെ എന്നല്ല ഞാൻ പറയണത്, പക്ഷേ ഒരു നല്ലൊരു അടിത്തറ എന്നുള്ളത് നമുക്ക് യൂട്യൂബിൽ നിന്ന് നമുക്കതിൻ്റെ ആ ഒരു ബേസും കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ. അല്ല ഇപ്പം ചില ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് നമുക്ക് കാര്യമില്ലല്ലോ, കാരണം നമുക്കത് പ്രവർത്തിക്കണം അല്ലേ. പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കുറേ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണത്, യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കുറേ കാശിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടണമെങ്കിൽ നമുക്ക് എക്സ്പെൻസ് അല്ലേ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ കയ്യിലൊരു സാധാരണ ഫോൺ, നമ്മുടെ ഇതിനു മുമ്പത്തെ പല വീഡിയോയിലും തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയെന്നുണ്ടെങ്കിൽ അതിനധികം സമയമൊന്നും വേണ്ട, വളരെ കുറച്ച് സമയം മാത്രം മതി. നമുക്ക് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു യൂട്യൂബിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനും പറ്റും കേട്ടോ. ഇതൊന്നും അല്ല നമുക്കുള്ള ഫേസ് ചെയ്യണ മെയിൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ കണ്ടന്റ് എങ്ങനെ ആൾക്കാരിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെടുക്കുന്ന ഒരു കണ്ടന്റ് എത്ര നേരം വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നമ്മുടെ വീഡിയോയിലേക്ക് അവർ ഫുൾ ടൈം ഇൻവോൾവ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞ പോലെ ചാനൽ തുടങ്ങാനായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടും ഒക്കെ എളുപ്പമാണ്, പക്ഷേ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടും അത് ആൾക്കാരിലേക്ക് ഒന്ന് എത്തിക്കാനായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഹാർഡ് വർക്കായിട്ട് ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ പറഞ്ഞ പോലെ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷനാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു യൂട്യൂബിലൂടെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ ബേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സോഷ്യൽ മീഡിയയിലും വീഡിയോസ് ഇടാനായിട്ടാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്കത് എളുപ്പമായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും മാത്രം ബേസിലാണ് നമ്മൾ യൂട്യൂബ് ചാനലിലൊരു വീഡിയോസ് ഇട്ടിട്ട് വരുന്നത് കേട്ടോ.
ഇപ്പൊ നമ്മളിപ്പോ വീഡിയോ ഒക്കെ ഇട്ട് നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള വേറൊരു ചോദ്യം വരണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകത്തിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ചില ആൾക്കാർക്ക് ഇതുണ്ട്, എങ്ങനെയെങ്കിലും യൂട്യൂബിൽ കയറുക, യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ടാക്കുക, എന്നിട്ട് പൈസ ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മൾ പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മൾ ഒരിക്കലും യൂട്യൂബ് ചാനലിനെ സമീപിക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കണ്ടന്റിന്റെ ഒരു ഇതുപോലെ ഇരിക്കും. നമ്മുടെ ചാനലിൽ ഉണ്ടാവുന്ന പുരോഗതിയാണെങ്കിലും അതല്ല നമ്മുടെ ചാനൽ ഉയരങ്ങളിലേക്ക് പോണതിനൊക്കെ അവരുടെ ചാനലിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവാറില്ല. ചിലവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ചാനലിൽ 1-2 വീഡിയോ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് നല്ല റീച്ചിലെത്തും. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ഇതുപോലെ ഇരിക്കും കേട്ടോ. ആ ഒരു റീച്ചിലെത്തണതും നമുക്ക് അതിനകത്ത് നിന്ന് വരുമാനം ഉണ്ടാക്കാണതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആരും ഈ വരുമാനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് യൂട്യൂബിലേക്ക് വരാണ്ടിരിക്കണതാണ് നല്ലത്. നമുക്ക് കേരളത്തിലുള്ള തന്നെ ഒരുമാതിരിപ്പെട്ട മിക്ക ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആണെങ്കിൽ തന്നെ അവരുടെ ആ യൂട്യൂബ് ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 6 വർഷം 8 വർഷം 10 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവരിപ്പോൾ ഇത്ര ഉള്ളൊരു റീച്ചായിട്ട് അല്ലെങ്കിൽ ഇത്ര ഉള്ളൊരു പൊസിഷനിലായിട്ട് അവരെത്തിയേക്കുന്നത്. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ ആദ്യം മുതലേ വീഡിയോ ഇട്ടിട്ട് വരുന്നതാണ്. അപ്പോൾ അവരും ക്ഷമയോടെ കാത്തിരുന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അവരും വീഡിയോ ഇട്ട് വന്നേക്കുന്നത്. അതല്ലാണ്ട് ഇപ്പോൾ ഇന്ന് വീഡിയോ ഇട്ട് നാളെ തന്നെ റീച്ചായി എനിക്ക് നാളെ തന്നെ 1 മില്യൺ കിട്ടും, അല്ലെങ്കിൽ നാളെ തന്നെ എനിക്ക് ഇത്രയും ഡോളേഴ്സ് കിട്ടും എന്നുള്ള രീതിയിൽ ആരും യൂട്യൂബിനെ സമീപിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ തുടങ്ങാനായിട്ട് നിൽക്കുന്ന ആൾക്ക് കുറേ സംശയങ്ങളുണ്ടാവും. എങ്ങനെയാണ് ഒരു വീഡിയോ എടുക്കണത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണത്, എങ്ങനെ അപ്ലോഡ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ ഒരു 100,000 സംശയങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മളും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമുക്കും ഈ പറഞ്ഞ പോലെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായിട്ടൊന്നുമല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ വീഡിയോ ഇട്ട് തുടങ്ങിയത് കേട്ടോ. പിന്നീടാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോഴത്തേക്കുമാണ് എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത്. നമുക്ക് ഇതിൻ്റെ ഉള്ള ഗൈഡൻസ് മുഴുവനും നമ്മുടെ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. യൂട്യൂബിൽ ഒരുപാട് ടെക് വീഡിയോസ് കിടപ്പുണ്ട്. അതിനകത്ത് എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം, എങ്ങനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ നമ്മുടെ യൂട്യൂബിൽ തന്നെ കിടപ്പുന്നുണ്ട്. ഇപ്പോൾ പണ്ട് തുടങ്ങിയ ആൾക്കാർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അത്രയും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ ഓരോന്നോരോന്നും പഠിച്ചാണ്. ഇപ്പം നമ്മളെല്ലാം അറിഞ്ഞിട്ടല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണത് അല്ലേ. അപ്പോൾ അത് പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ചെയ്യണമെന്ന് താല്പര്യം, നമുക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് പതിയെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്കത് ഇടാം. നിങ്ങൾ ഇപ്പം മടിഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ ഇരിക്കണമെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. നിങ്ങൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും ഇതിനകത്ത് ഏറ്റവും വലിയൊരു കണ്ടന്റ് ക്രിയേറ്ററൊക്കെ ആയിട്ട് മാറാനായിട്ട് നിൽക്കുന്ന ആൾക്കാർ. ഇതേപോലെ താല്പര്യവും ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒട്ടും മടിക്കരുത്. ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ ഇന്ന് തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. അതിനൊട്ടും തന്നെ താമസിക്കരുത്. അതിനുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ തന്നെ ഉണ്ടാവും. ഇപ്പം നമ്മുടെ ചാനലിലാണെങ്കിൽ തന്നെ ഞാൻ 2-3 വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതായത് കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് ഉള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആരും ഒട്ടും സമയം പാഴാക്കരുത്. ഈ 2025 തന്നെ എല്ലാവരും ഇപ്പം ഇതേപോലെ ആഗ്രഹം മനസ്സിലുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവരും ഇന്ന് തന്നെ മാക്സിമം കഴിയെങ്കിൽ ഇന്ന് തന്നെ എല്ലാവരും നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് വരിക, വീഡിയോസ് ഇടുക. ഏണിങ്സും കാര്യങ്ങളൊന്നും മോഹിച്ചാരും വരരുത് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മോഹിച്ചാണ് വന്നതെങ്കിൽ നമുക്ക് അതിൽ ഒരുപക്ഷെ നമ്മുടെ ഫസ്റ്റത്തെ 2ാമത്തെ വീഡിയോ കാണാനായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. നമ്മൾ തന്നെ ആരുടെങ്കിലുമൊക്കെ ഫോണിലൊക്കെ മേടിച്ച് കാണേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോയും അതെ അങ്ങനെ തന്നെയായിരുന്നു. ആദ്യമൊക്കെ ഇടുന്ന സമയത്ത് ആരും അങ്ങനെ കാണാനുണ്ടാവില്ല. അപ്പം നമ്മൾ തന്നെ ആരുടെങ്കിലുമൊക്കെ ഫോണൊക്കെ മേടിച്ച് 1, 2, 3 പ്രാവശ്യമൊക്കെ നമ്മൾ തന്നെ കാണും, വ്യൂസ് കിട്ടാൻ വേണ്ടി. 1-2 വ്യൂസൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വ്യൂസ് വന്നോളൂ. അതോർത്ത് ആരും വിഷമിക്കണ്ട. അപ്പോൾ ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റർ ആവാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ തന്നെ ഒട്ടും താമസിക്കാണ്ട് ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരിക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ആയാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ.